ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ലച്ചുവിനെ രക്ഷിക്കാനായിട്ട് നമ്മുടെ സച്ചി അങ്ങ് എത്തിക്കഴിഞ്ഞു മക്കളെ. സച്ചി വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഇവന്മാരെല്ലാവരും അന്തം വിട്ടിങ്ങനെ നോക്കി ഇതാരെ എന്താണെന്നൊന്നും മനസ്സിലാകാതെ. പിന്നെ സച്ചി വണ്ടിയിൽ നിന്ന് ഓരോരുത്തന്മാരെ ചവിട്ടി പുറത്താക്കി. അതിനുശേഷം രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് നമ്മുടെ കൊച്ചിൻ്റെ കരച്ചിലും കൂടെ കേട്ടപ്പോൾ പിന്നെ പറയണം. നോക്കുമ്പോൾ പട്ടാപ്പകൽ പിള്ളേരെ തട്ടിക്കൊണ്ട് പോകുന്നുണ്ടാന്ന് വിചാരിച്ചാണ് നമ്മുടെ സച്ചി അങ്ങ് ചെന്ന് കയറി കൊടുത്തത്. അപ്പോഴേക്ക് രേവതിയും കാറ് തുറന്നിങ്ങ് ഇറങ്ങി. അങ്ങനെ നമ്മുടെ സച്ചി ആ കൊച്ചിനെ രക്ഷിക്കുക. അപ്പം എന്താ മോളെ കാര്യം ചോദിച്ചപ്പോൾ അയാൾ എന്നെ തട്ടിക്കൊണ്ട് പോവാണെന്ന് നമ്മുടെ ലച്ചു പറഞ്ഞു. പിന്നെ സച്ചിയുടെ ഇടിയെന്ന് പറഞ്ഞാൽ കൊളിക്കുന്നോടാന്ന് ചോദിച്ചുകൊണ്ട് പുറകിൽ നിന്ന് വന്ന് സച്ചിയെ ഇടിക്കാൻ നോക്കിയവനെ ചവിട്ടിക്കൂട്ടിയവൻ്റെ കൈയും കഴുത്തും ഒക്കെ ഒടിച്ച് കളഞ്ഞു സച്ചി. ആ സമയത്ത് രാഘവനാണെങ്കിൽ ഒളിച്ചു മാറിയോ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും സച്ചി ഇയാളെ കണ്ടു. എടാന്നും പറഞ്ഞിട്ട് പുറകെ സച്ചി ഓടിയെങ്കിലും അവൻ ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. പിന്നെ മോള് വാ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിനെ വിളിച്ചുകൊണ്ട് രേവതി അങ്ങ് മാറി നിൽക്കുക. അപ്പോഴേക്ക് സച്ചി ഇവരുടെ അടുത്തേക്ക് ചെന്നു. പാവം പേടിച്ചു പോയി എന്ന് രേവതി പറയുക സച്ചിയോട്. അപ്പോൾ എന്താ മോളുടെ പേരെന്ന് ചോദിച്ചു. അന്നേരം ലച്ചു എന്ന് പേരും പറഞ്ഞു. അയാൾ ശരിക്കും മോളുടെ അച്ഛൻ തന്നെയാണോ എന്ന് ചോദിക്കുമ്പം അതേന്ന് പറഞ്ഞു സച്ചിയോട്. മറ്റേ ആളിൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി എന്നെ പിടിച്ചു കൊടുക്കാൻ നോക്കിയതാണെന്ന് പറഞ്ഞപ്പോഴേക്കും ബെസ്റ്റ് തന്ത എന്ന് നമ്മുടെ സച്ചി പറയാം. നീ പിന്നെ എന്തിനാ നിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്? അയാൾ അവിടെ വരില്ലേ എന്ന് ചോദിച്ചു. അതെ, പോലീസിൽ വിവരം അറിയിക്കാൻ സച്ചേട്ടാ. അപ്പോൾ അതൊന്നും വേണ്ട ചേച്ചി എന്ന് ലച്ചു രേവതിയോട് പറയാം. ഞാൻ അച്ഛൻ്റെ കൂടെയല്ല മറ്റൊരു വീട്ടിലാണ് താമസിക്കുന്നതെന്ന കാര്യം പറയുന്നു ഈ കൊച്ച്. അപ്പോൾ ലച്ചു എവിടെ പോയതാണെന്ന് ചോദിച്ചപ്പോൾ എൻട്രൻസ് കോച്ചിങ്ങിന് പോയതാണെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ അതെല്ലാം പറഞ്ഞപ്പോൾ ഒത്തിരി നന്ദിയുണ്ട് ചേച്ചി, നിങ്ങൾ പൊക്കോ ഞാൻ പൊക്കോളാന്ന് പറയുമ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, നിന്നെ കൊണ്ടുവിട്ടിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ എന്ന് രേവതി പറഞ്ഞു. അങ്ങനെ സച്ചിയും രേവതിയും കൂടെ കൊച്ചിനെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുക. ഈ സമയത്ത് ഹണി റോസുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു നമ്മുടെ അജയ്. അപ്പം ഞാനും നീയും പുറത്തു നിന്ന് സംസാരിക്കുന്നത് എൻ്റെ അനിയത്തി അമൃത കണ്ടു എന്ന് പറഞ്ഞു. നമ്മൾ സംസാരിക്കുന്നത് അവൾ കണ്ടാൽ എന്താ പ്രശ്നം? ഒരു പുരുഷനും സ്ത്രീയും പുറത്തു നിന്ന് സംസാരിച്ചാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു ഹണി റോസ്. അപ്പം എന്താ ഹണി നീ കാര്യങ്ങൾ മനസ്സിലാക്കാതെ സംസാരിക്കുന്നേ? നീ ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊരു വിവാദ കഥാപാത്രമായി മാറിക്കഴിഞ്ഞു, അത് നിനക്കും അറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചു. അജയുടെ ഈ പറച്ചിൽ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു ഹണി ഇപ്പം നീ വണ്ടി കയറാൻ നമുക്ക് കാറിലിരുന്ന് സംസാരിച്ചാൽ പോരെന്ന് ചോദിച്ചപ്പം ഞാൻ അതിലൊട്ടും കംഫർട്ട് അല്ല എന്ന് ഈ പുള്ളിക്കാരി പറയാം. ഹോട്ടലിലേക്ക് വിളിച്ചപ്പോൾ അജയ്ക്ക് വരാൻ ഭയം. റെസ്റ്റോറൻറ്റിൽ ഇരിക്കാമെന്ന് പറഞ്ഞപ്പോൾ അതിനും സമ്മതിക്കില്ല. അജയ് 4 പാട് നോക്കുക ആരെങ്കിലും കാണുന്നുണ്ടോയെന്ന്. നമ്മൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ അതും രഹസ്യമാക്കിയൊക്കെ വെക്കേണ്ടി വരുമെന്ന് ഹണി ചോദിക്കാം. അപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ഹണിയുടെ വിവേകമില്ലാത്ത പ്രവൃത്തികൾ കൊണ്ട് മാത്രമാണെന്നും കല്യാണ സ്ഥലത്ത് കയറി വന്ന് പിന്നെ അനാവശ്യ സീനുണ്ടാക്കി സ്ഥലം വിട്ടു. എന്തിനു വേണ്ടിയാണ് നീ അവിടെ വന്നതെന്നൊക്കെ അജയ് ചോദിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുക ഹണി. തൊട്ടു പിന്നാലെ എൻ്റെ മിസ്സിങ്ങും കൂടി ആയപ്പോൾ നീ അവിടെ ഒരു സംസാര വിഷയമാവുകയും ചെയ്തു. അതുകൂടാതെ നീ നിരഞ്ജനയുടെ മുന്നിലേക്ക് കയറി വന്നു, അതും വേറൊരു പേരിൽ. ഏറ്റവും ഒടുവിൽ എൻ്റെ വീട്ടിലും വന്ന് നീ ഷോ കാണിച്ചു. മൊത്തം നീ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയതെന്ന് ഇയാൾ ചോദിക്കുക. അതൊക്കെ കേട്ട് ഹണി ചിരിച്ചുകൊണ്ട് നിൽക്കുക. നിന്റെ കൂടെയാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നതെന്ന് അറിഞ്ഞാൽ കേൾക്കുന്നവർക്ക് എത്രമാത്രം അത് വിശ്വസിക്കാൻ പറ്റും എന്ന് അജയ് ചോദിക്കുക ഹണിയോട്. ഹണി അതിനും ചിരിക്കുക. എന്തിന്? നിരഞ്ജനയോട് ഞാൻ ഇതിനെപ്പറ്റി എന്തു പറയും എന്ന് ചോദിച്ചപ്പോൾ ഒരു വിവാഹത്തിലേക്ക് എടുത്ത് ചാടുമ്പോൾ അജയ് ഞാനുമായുള്ള റിലേഷനെ പറ്റി എന്താ ഓർത്തില്ലായിരുന്നു? ലിവിങ് ടുഗദർ പോരാ, വിവാഹം തന്നെ വേണമെന്ന് അജയ്ക്ക് നിർബന്ധം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിനും ഓക്കെ ആയിരുന്നല്ലോ എന്ന് ഹണി. അപ്പോൾ അജയ്ക്ക് എൻ്റെ ഏജ് ഒരു പ്രശ്നമായിരുന്നു അല്ലേന്ന് ചോദിച്ചപ്പം നിൻ്റെ ഈ വഴിവിട്ട സംസാരമൊന്നും വേണ്ട. ശരണിനെ മനസ്സിലാക്കി അമൃത അവൻ്റെ വീട്ടിലേക്ക് പോയത് നമ്മൾ തമ്മിൽ ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കി തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലാക്കിയതല്ല, അവൾക്കത് മനസ്സിലാക്കി കൊടുത്തതാണെന്നും അതാണ് സത്യമെന്നും നമ്മുടെ ഹണി പറഞ്ഞു. അത് മറ്റാരുമല്ല, ഞാൻ തന്നെയാണ് അത് മനസ്സിലാക്കി കൊടുത്തതെന്ന് ഹണി പറയുവാണ്. അപ്പോൾ ഹണിയുമായി അജയ്ക്ക് വഴിവിട്ട ബന്ധമുണ്ടെന്നുള്ള ഞെട്ടിക്കുന്ന തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശരണിനെ റിലീസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. നമ്മൾ മീറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച സ്ഥലത്തെ പറ്റി ശരണിന് ഇൻഫോം ചെയ്തത് ഞാനാണെന്ന കാര്യവും ഹണി അജയോട് പറയുക. ഇത് കേട്ടപ്പോൾ അജയ് ഞെട്ടിക്കൂടെ നിന്ന് ഇവള് പടി തന്നോന്ന് മനസ്സിലായി. അജയ് ഇനി എന്ത് ചെയ്യണം എന്നറിയാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തിനാണ് അജയ് അയാളെ വെറുതെ ബലിയേടാക്കുന്നത്? ഡിവോഴ്സ് പെറ്റീഷൻ കോർട്ടിലേക്ക് പോയാൽ എല്ലാം എഴുതി വെച്ച് ആത്മഹത്യ ചെയ്യുമെന്ന് ശരൺ എന്നോട് പറഞ്ഞിരുന്നു. അങ്ങനെ സംഭവിച്ചാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആരെയായിരിക്കും? നിന്നെ ആയിരിക്കില്ലേ എന്ന് ഹണി പറയും. അപ്പം നിന്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളെങ്കിലും സന്തോഷത്തോടെ ജീവിക്കട്ടെ അജയ് എന്നു ഹണി അജയോട് പറയണം. അപ്പം ഹണിയോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എൻ്റെ കുടുംബം ഇപ്പോൾ കടന്നു പോകുന്നതേ ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലൂടെയാണ്. അഭിരാമിന് ബദലായി ഞാൻ നിൽക്കേണ്ട സമയമാണിത്. എൻ്റെ ഇമേജിനെ ബാധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായാൽ
അവിടെ അഭി വീണ്ടും ഉയർന്നു വരും എന്ന കാര്യം അജയ് പറഞ്ഞു കൊടുക്കുക ഹണിയോട്. പിന്നെ ഈ ജന്മം എനിക്ക് തല ഉയർത്തി നടക്കാൻ പറ്റില്ല. മൂന്നാറിലെ എസ്റ്റേറ്റ് അവിടെ കിടക്കും, മറക്കരുത് നീ. അങ്ങനെ ഒരു സാഹചര്യം ഹണിയായിട്ട് തന്നെ ഉണ്ടാക്കി വെക്കരുതെന്നും പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ ഹണി ചിരിച്ചുകൊണ്ടിരിക്കുക. ആ പ്രോപ്പർട്ടി വിൽക്കാതെ നമ്മളുടെ പാർട്ണർഷിപ്പ് ബിസിനസ്സും മുന്നോട്ട് പോവില്ല എന്നും അത് നിനക്കറിയാവല്ലോ എന്നും പറഞ്ഞു. അതൊക്കെ കേട്ടും ഹണി ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുക കേട്ടോ. ദേ ഇവിടെ ഇങ്ങനെ നിൽക്കാതെ ഹണി തിരിച്ചു പോയേ പറ്റൂ, അത് എത്രയും പെട്ടെന്ന്. അപ്പോൾ അജയ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലൂടെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലും നമ്മുടെ ബിസിനസ്സിന് വേണ്ടി എൻ്റെ കയ്യിൽ നിന്നും ഇറക്കിയ പണം ആര് തരുമെന്ന് ഹണി ചോദിക്കാം. 50 ലക്ഷം രൂപ തിരിച്ചെടുക്കാൻ ഇപ്പോൾ അജയ്ക്ക് കഴിയുമെന്ന് ചോദിച്ചു. പിന്നെ എല്ലാ രീതിയിലും എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് എന്നെ ഒഴിവാക്കാൻ നിനക്ക് പറ്റില്ല അജയ്, ഞാൻ സമ്മതിക്കില്ല അതിന്. അങ്ങനെയെങ്ങാനും സംഭവിച്ചാലേ നീ വലിയ വില തന്നെ കൊടുക്കേണ്ടി വരുമെന്ന് ഹണി ഇവനെ ഭീഷണിപ്പെടുത്തുക. ഇത് കേട്ടപ്പോൾ ഇവനിങ്ങനെ നോക്കി നിൽക്കുക. ഞാനായിട്ടൊന്നും ചെയ്യുന്നില്ലെങ്കിലും നിരഞ്ജനയുമായുള്ള നിന്റെ ബന്ധം അത് അധിക കാലത്തേക്കൊന്നും അത് നീളാൻ പോകുന്നില്ല എന്ന കാര്യവും ഹണി ഇങ്ങനെ ഇയാളോട് പറയണു. നിനക്ക് മറ്റൊരു മുഖം ഉണ്ടെന്ന് അവൾ തിരിച്ചറിയുന്ന നിമിഷം അവൾ നിന്റെ അടുത്ത് നിന്ന് ഇറങ്ങിപ്പോയിരിക്കും എന്ന കാര്യവും പറഞ്ഞു ഹണി. അത് കേട്ടപ്പോൾ നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പോവാണോ എന്ന് ചോദിച്ചു. ഇത് ബ്ലാക്ക് മെയിലിങ്ങും കാര്യങ്ങളൊന്നുമല്ല, സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം, അത് ഞാൻ നിന്നോട് പറഞ്ഞെന്ന് മാത്രം. നിനക്ക് വേണ്ടി പലതവണ മരിക്കാൻ തയ്യാറായ പെണ്ണാണ് നിരഞ്ജന. താൻ ജീവൻ കൊടുത്തു സ്നേഹിച്ചവൻ ഒരു ചതിയനാണെന്ന തിരിച്ചറിവ് കൂടി അവൾക്ക് ഉണ്ടാകാതിരിക്കുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്താണ് ഞാൻ പറഞ്ഞതെന്നും ഹണി ഇവനോട് പറയണു കേട്ടോ. പിന്നെ മനസ്സിലാക്കി വെക്കാൻ അജയ്ക്ക് ഞാൻ ഒരു സത്യം കൂടി പറഞ്ഞു തരാം. പെണ്ണ് സ്നേഹിക്കുന്നതും വെറുക്കുന്നതും അന്ധമായിട്ടാകും, അത് നീ മനസ്സിലാക്കണം. ഹണി, ഞാൻ സീരിയസ് ആയിട്ടാണ് നിന്നോട് പറയുന്നത്. നീ ഉടനെ തന്നെ തിരിച്ചു പോയേ പറ്റൂ. അപ്പം ഞാൻ പോണെങ്കിൽ പോയേക്കാം, പക്ഷേ നമ്മളെന്താണോ പ്ലാൻ ചെയ്തത് അത് നടന്നിരിക്കണം, നടത്തിയിരിക്കണം. എനിക്ക് അത്രയും മതിയെന്ന് ഹണി തന്നെ അങ്ങ് പറഞ്ഞു. ലൈഫ് പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു ബിസിനസ് പാർട്ട്ണറായിട്ടെങ്കിലും അജയ് ഹണി റോസിൻ്റെ ജീവിതത്തിൽ ഉണ്ടായേ പറ്റൂ. അതും പറഞ്ഞ് നമ്മുടെ ഹണി അജയ് 8 നിലയിൽ പൂട്ടിയിട്ടങ്ങ് പോയില്ലേ. അങ്ങനെ അതും കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന അഭിയെയും ജാനകിയെയും ആണ് കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ എങ്ങനെ ഇരുന്ന് ഇതുവരെ ആയിട്ടും ലച്ചു വരാത്തതിനെ പറ്റിയുള്ള കാര്യങ്ങൾ എങ്ങനെ സംസാരിക്കാം. അപ്പം നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആക്കണേന്ന് ചോദിച്ചു. അവളിപ്പോൾ ഇങ്ങ് വരുമെന്ന് പറഞ്ഞു. അല്ല, അവളെപ്പറ്റി ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ വരുന്നുണ്ടല്ലോ, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. പുറത്ത് വെച്ച് അവർ ഭയങ്കരമായിട്ട് ഗൂഢാലോചനകളൊക്കെ നടത്തുമെന്ന് എനിക്ക് ഉറപ്പാണെന്ന് പറയുമ്പോൾ അവരെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടേടോ ഒന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടുമുറ്റത്തേക്ക് ഇതേ വന്ന് കയറുന്നു. അപ്പോൾ വീട്ടിലേക്ക് വന്ന് കയറി കഴിഞ്ഞപ്പം, എടി രേവതി, ഈ ലച്ചു ഭയങ്കര സെറ്റപ്പിലുള്ള കുട്ടിയാണല്ലോ, ഇവിടെയാണോ നീ താമസിക്കുന്ന ലച്ചു? അപ്പോൾ അതേ ഏട്ടാ എന്ന് ലച്ചു പറഞ്ഞു കേട്ടോ. ദേ സച്ചേട്ടൻ്റെ സ്വഭാവം വെച്ച് ഞാൻ പറയാം, ഇവിടെയുള്ളവരെ വെറുതെ കുറ്റപ്പെടുത്താനൊന്നും നിൽക്കണ്ട കേട്ടോ. ഇവരൊക്കെ വലിയ ആൾക്കാരാ. ആരായാലും എനിക്കെന്താടി കുഴപ്പം? വരുന്ന വഴിക്ക് ഇവള് കഥകളൊക്കെ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു. ജീവന് ഭീഷണിയുള്ള ഒരു പെണ്ണിനെ രക്ഷിച്ചോളാമെന്നും പറഞ്ഞ് കൂടെ കൊണ്ടു നടന്നാൽ മാത്രം പോരാന്നും പറഞ്ഞ് സച്ചി അവിടെ നിന്ന് ഇങ്ങനെ പറയാം. സംരക്ഷിക്കാനുള്ള ബാധ്യതയും കാണിക്കണം, അതാണ് ഹീറോയിസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അവിടെ കിടന്ന് ഇങ്ങനെ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അതും പറഞ്ഞ് സച്ചി ഫ്രണ്ടിലേക്ക് ചെന്നപ്പോൾ, ചേച്ചി പേടിക്കൊന്നും വേണ്ട, അഭിയണ്ണനും ജാനിയടുത്തേയും പാവമാണെന്ന് നമ്മുടെ കൊച്ചങ്ങ് പറഞ്ഞു. അതും പറഞ്ഞ് ഇവരെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുക. ഈ സമയത്ത് ലച്ചു ഇനി എപ്പോൾ വരുന്നു ദൈവത്തിന് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകി അവിടെ നിന്ന് പോകുന്ന സമയത്ത് ആരോ കോളിംഗ് ബെൽ അടിച്ചു. ജാനകി വന്ന് വാതിൽ തുറന്നു. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഇങ്ങനെ നിൽക്കുന്നത് കാണുക. അപ്പോൾ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ജാനകി ഇവരെ അറിയില്ലല്ലോ, ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ രേവതി ഒരു ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആരാ എന്ന് ചോദിച്ചു. അബ്രഹാം ഇല്ലേ എന്ന് ചോദിച്ചപ്പം അഭിയേട്ടനകത്തുണ്ട്, എന്താന്ന് ചോദിച്ചു. മാറിയിക്കുക, സംസാരമൊക്കെ അയാളോടാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇടിച്ച് കയറി അകത്തേക്ക് പോവാ, ജാനകിയെ പിടിച്ച് മാറ്റിയിട്ട്. അപ്പോൾ ലച്ചുവിനെ കണ്ടപ്പോൾ ലച്ചു ഇവരൊക്കെ ആരാന്ന് ചോദിച്ചു. അപ്പോൾ ഇത് രേവതി ചേച്ചി സച്ചേട്ടനുമാണെന്ന് പറഞ്ഞു. അപ്പോൾ രേവതി ചേച്ചി ഇതാ എൻ്റെ ജാനിയടുത്തേന്നും പറഞ്ഞ് ലച്ചു പരിചയപ്പെടുത്തി കൊടുക്കുന്നു. വരും അകത്തേക്ക് വന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോണു. അപ്പോൾ നമ്മുടെ സച്ചി അകത്തേക്ക് ചെന്ന് ആ സ്വഭാവം തന്നെ ഇറക്കിയപ്പോഴേക്കും അഭിറാം, അതായത് അഭി ഇറങ്ങി വരിക. അഭിയെ കണ്ടപ്പോഴത്തേക്കും സച്ചി ഇങ്ങനെ അന്തം വിട്ട് അഭിയെ നോക്കുക കേട്ടോ. അതുപോലെ തന്നെ അഭിയും അന്തം വിട്ട് സച്ചിയെയും നോക്കുക. ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്, അവർ പെണ്ണുങ്ങളെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക. അഭി ഓടി വന്ന് സച്ചിയുടെ അടുത്തേക്ക്, സാറേ, അയ്യോ ഞാൻ സച്ചിയാ, താനെന്താടാ ഇവിടെയെന്ന് ചോദിച്ചു. ഇത് സാറിൻ്റെ വീടായിരുന്നോ എന്ന് ചോദിച്ചു. എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞു രേവതി നെഞ്ചത്ത് കൈ വയ്ക്കുക, രക്ഷപ്പെട്ടെന്നും പറഞ്ഞു. കാരണം ഇതിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോഴേക്കും ജാനകി ഒരു ചിരി, അതെ ഇതെൻ്റെ വീടാ, താനെങ്ങനെയാണോ വീട് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചപ്പം, കണ്ടുപിടിച്ചൊന്നും അല്ല സാറേ, ദേ ഇവള് കൂട്ടിക്കൊണ്ട് വന്നാണെന്നും പറഞ്ഞുകൊണ്ട് ലച്ചുവിനെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇവരിങ്ങനെ നോക്കുക, എന്താ സംഭവം, എന്താ ലച്ചു, എന്താ കാര്യം എന്ന് ചോദിച്ചു.
അപ്പോൾ ഞാൻ രേവതിയും ഓരോ സ്ഥലത്ത് പോയിട്ട് വരുന്ന വഴിയാണ് കണ്ടത്. ഇവളെ ചിലർ കാറിൽ പിടിച്ച് കയറ്റിക്കൊണ്ട് പോയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴേക്ക് ഇവർ പേടിച്ചു. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ജാനകി അയ്യോ മോളെ ആണോ എന്ന് ചോദിച്ചു. ഭയങ്കര ടെൻഷൻ. ആരായിരുന്നു അവരെന്ന് ചോദിച്ചപ്പോൾ ഇവളുടെ അച്ഛനും കൂട്ടുകാരും തന്നെയാണെന്നും അവരുടെ കയ്യിൽ നിന്നാണ് ഞാൻ ഇവളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നതെന്ന് സച്ചി പറയാം. ഉണ്ടായ കഥകളൊക്കെ ഇവള് ഞങ്ങളോട് പറഞ്ഞെന്നും പറഞ്ഞു. അപ്പോഴേക്കും ദൈവമേ നിന്റെ അച്ഛൻ ഇവിടെയും വന്നോ എന്ന് ചോദിക്കുക ജാനകി. അവന്മാർക്ക് കൊടുക്കാനുള്ളതൊക്കെ ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇവളെ വീട്ടിൽ വിട്ടിട്ട് പോകാമെന്ന് കരുതി ഞങ്ങൾ വന്നതാണെന്ന് നമ്മുടെ സച്ചി പറയാം. ഇവിടെ വന്നപ്പോഴല്ലേ ഇത് സാറിൻ്റെ വീടാണെന്ന് അറിയുന്നതെന്ന് പറഞ്ഞപ്പം എങ്ങനെയാ സച്ചിയോട് നന്ദി പറയേണ്ടതെന്ന് അറിയില്ലെന്നും ഇവൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ ഞങ്ങൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് ജാനകി പറഞ്ഞു. അന്നേരം രക്ഷിച്ചു കൊണ്ടുവന്നല്ലേ സാർ, അപ്പോൾ പിന്നെ ഒരു ശ്രദ്ധയൊക്കെ വേണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ ഈ നാട്ടിൽ വരാൻ അയാൾ ധൈര്യപ്പെടില്ലെന്ന് ഞാൻ കരുതിയതെന്ന് അന്നേരം അഭി പറഞ്ഞു. അല്ല നിങ്ങൾ തമ്മിൽ നേരത്തെ അറിയാവോ എന്ന് രേവതി ചോദിച്ചു. അപ്പോൾ വൈഫിൻ്റെ മുന്നിൽ വെച്ച് പറഞ്ഞാൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ. എന്ത് പ്രശ്നം സാറേ, ഒരു പ്രശ്നമില്ല, അവൾക്ക് എന്നെ നന്നായിട്ട് അറിയാവുന്നതല്ലേ എന്ന് സച്ചി പറഞ്ഞു. അപ്പോൾ 7-8 മാസം മുൻപ് ഞാനും അച്ഛനും ഒരു കനേഡിയൻ കമ്പനിയുടെ മീറ്റിങ്ങിന് പോകുന്ന വഴിക്ക് വണ്ടിയൊന്നും കേടായെന്നും 10 മണിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയതാണെന്നും പിന്നെ അടുത്തൊരു ടാക്സി കിടപ്പുണ്ടായിരുന്നു, അത് സച്ചിയുടെ വണ്ടിയായിരുന്നു. സച്ചി കൃത്യസമയത്ത് ഞങ്ങൾ അവിടെ എത്തിച്ചു. വേറൊരു വണ്ടിയും കിട്ടാനില്ല സാധ്യതയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ സച്ചിയുടെ കൂടെയാണ് പോയതെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ദൈവമേ, സച്ചി ആരാണെന്ന് പോകുന്ന വഴിക്കല്ലേ ഞങ്ങൾക്ക് മനസ്സിലായത്. ഇടയ്ക്ക് വെച്ച് പോലീസ് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപിന്നെ എൻ്റെ സ്റ്റാൻഡിലെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊരു ഫംഗ്ഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരല്പം കഴിച്ചു പോയി. അഭിസാര എന്നെ രക്ഷപ്പെടുത്തി എടുത്തതെന്ന് സച്ചി പറയാം. അല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ ലൈസൻസ് തന്നെ സസ്പെൻഡ് ആയി പോയെന്നൊക്കെ സച്ചി പറഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങൾ സംസാരിക്കേ, ഞാൻ ചായ എടുക്കാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോയി നമ്മുടെ ജാനകി. അപ്പോൾ രേവതി വാ എന്ന് പറഞ്ഞ് രേവതിയും കൂട്ടിക്കൊണ്ട് പോകണു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇവിടെ നിന്ന് സംസാരിക്കുന്നു. ഈ സമയത്ത് രേവതിയും അതുപോലെ ജാനകിയും കൂടെ അടുക്കളയിൽ കയറി നിൽക്കും. അപ്പോൾ ചായയൊന്നും വേണ്ടായിരുന്നു എന്ന് പറഞ്ഞു രേവതി ജാനകിയോട്. ലച്ചുവിനെ ഇവിടെ എത്തിച്ചിട്ട് പോകാമെന്ന് കരുതി വന്നതാണ് ഞങ്ങളെന്ന് പറയുമ്പോൾ അതൊന്നും പറഞ്ഞാൽ ശരിയാവത്തില്ല. നിങ്ങൾ ആദ്യമായിട്ടല്ലേ ഞങ്ങളുടെ വീട്ടിൽ വരുന്നേ, ഒരു കപ്പ് ചായയെങ്കിലും തരാതെ ഞാൻ വിട്ടിട്ട് വേണ്ടേ എന്ന് ജാനകി രേവതിയോട്. അല്ല ഇവിടെ ആരൊക്കെ ഉണ്ട് എന്ന് രേവതി അന്നേരം ചോദിച്ചു കേട്ടോ. ഇവിടെ വേറെ ആരെയും കണ്ടില്ലല്ലോ. അച്ഛൻ, അമ്മ, മുത്തശ്ശൻ, മുത്തശ്ശി, പിന്നെ അഭിയേട്ടൻ്റെ 2 അനിയന്മാർ, അവരുടെ ഭാര്യമാർ എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞു. അവരുടെ വിവാഹമൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. ഞങ്ങൾക്കൊരു മോളാ ഉള്ളതെന്നൊക്കെ ജാനകി അങ്ങ് പരിചയപ്പെടുത്തി കൊടുക്കുമല്ല. എന്നിട്ട് ആരെയും കാണുന്നില്ലല്ലോ. അമ്മയും മുത്തശ്ശിയും ഒരനിയൻ്റെ ഭാര്യയും എന്തോ പർച്ചേസിങ്ങിനൊക്കെ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയിരിക്കാം. ഒരാൾ പിന്നെ മുകളിലുണ്ട്, തലവേദനയാണെന്ന് പറഞ്ഞ് പോയതാണെന്ന് പറഞ്ഞപ്പം ശരി എന്നും പറഞ്ഞു. സച്ചി ഒരു ചൂടനാണല്ലേ എന്ന് നേരം ജാനകി ചോദിച്ചു. അയ്യോ ചൂടനാണെന്ന് പറഞ്ഞാൽ പോരാ, കലിപ്പനെന്ന് വേണം പറയാനെന്ന് നമ്മുടെ രേവതി പറഞ്ഞു കേട്ടോ. പക്ഷേ ഞാനങ്ങനെയൊന്നും അല്ല കേട്ടോ, അത് രേവതിയെ കണ്ടാൽ തന്നെ അറിയില്ലേ എന്ന് നേരം ജാനകി പറഞ്ഞു. നിങ്ങൾ നല്ല ജോഡികളാട്ടോ എന്ന് പറഞ്ഞു. അല്ലെന്ന് പറയുന്നവരും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് അസൂയ കൊണ്ട് പറയുന്നവരാ, അതിനെ ആ വഴിക്ക് അങ്ങ് വിട്ടാൽ മതി, നാവ് അടങ്ങിക്കോളൂ എന്ന് നമ്മുടെ ജാനകി. ഞാൻ ഇപ്പം അതൊന്നും ഗവനിക്കാറില്ല എന്ന് രേവതി അന്നേരം പറഞ്ഞു. പക്ഷേ സച്ചേട്ടൻ ഇഷ്ടപ്പെടാത്ത എന്ത് കണ്ടാലും അത് കയറി അങ്ങ് ഇടപെടും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർ മനസ്സിൽ മറ്റൊന്നും വെച്ച് പെരുമാറുന്നവരല്ല എന്ന് ജാനകിയും പറയാം. അവരെ നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കാനും പാടില്ല എന്ന്. ലച്ചുവിൻ്റെ പ്രശ്നത്തിന് ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കുമെന്നാണ് ഞാൻ കരുതിയത്. എൻ്റെ പൊന്നെ, ഭാഗ്യത്തിന് അഭിയേട്ടനും അതുപോലെ തന്നെ സച്ചേട്ടനും പരിചയക്കാരാണല്ലോ. സച്ചിയുടെ വരവ് കണ്ട് ഞാനും ശരിക്കൊന്നും ഞെട്ടിപ്പോയി എന്ന് നേരം ജാനകിയും പറഞ്ഞു. അഭിയേട്ടൻ എന്താ ചെയ്യണേന്ന് ചോദിച്ചപ്പം ബിസിനസ്സൊക്കെ തന്നെയാണ്, ഇതൊരു ബിസിനസ് ഫാമിലിയാണെന്നും പിന്നെ ഇവിടെ വന്ന് കയറാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ലായിരുന്നു എന്ന് ജാനകി ഇങ്ങനെ പറഞ്ഞു. അഭിയേട്ടൻ എന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചതാണെന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ലവ് മാരേജ് ആയിരുന്നല്ലേ എന്ന് ചോദിച്ചപ്പം ജാനകി ഒന്ന് ചിരിച്ചു. നിങ്ങളുടേത് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ ഒരു കഥയാ ജാനകി, പറയാതിരിക്കുന്നത് അഭേദം. പെണ്ണിന് മാത്രം ഒരു വിധിയുണ്ട്, പ്രതീക്ഷിക്കാത്ത സ്ഥലത്തേക്കും സ്ഥാനത്തേക്കും അപ്രതീക്ഷിതമായിട്ട് കടന്നു ചെല്ലുക എന്നുള്ളൊരു വിധി. അപ്പോൾ ജാനകി അതൊക്കെ കേട്ടിങ്ങനെ മുഖം വല്ലാതാക്കി ഇങ്ങനെ നിൽക്കുക. സന്തോഷം എന്നുള്ളത് പണം കൊണ്ട് കിട്ടുന്ന ഒന്നല്ലല്ലോ. അപ്പോൾ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ജാനകി ചോദിച്ചപ്പോൾ അതില്ലാത്തത് എവിടെയാന്ന് ജാനകിയോട് തിരിച്ച് രേവതി ചോദിക്കാം. അപ്പോൾ ജാനകിക്ക് പ്രയാസങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് രേവതി. ഒരേ മനസ്സോടുകൂടി ജീവിച്ചവരായിരുന്നു ഇവിടെയുള്ള എല്ലാവരും. അനിയന്മാർക്ക് ഏട്ടനായിരുന്നു അവസാന വാക്ക്. ഞാനൊരു കല്യാണത്തിന് മുന്നിട്ടിറങ്ങിയതോടുകൂടി എല്ലാം മാറി മറിഞ്ഞതെന്ന് പറഞ്ഞു. നമ്മൾ വന്നു കയറുന്ന കുടുംബത്തിൻ്റെ നന്മയെ കരുതി ചെയ്യുന്നതെല്ലാം നമുക്ക് തന്നെ വിനയായിട്ട് തീരും എന്ന് രേവതി പറഞ്ഞപ്പോൾ അത് രേവതി പറഞ്ഞത് സത്യം തന്നെയാണെന്ന് പറഞ്ഞു. മനസ്സിൽ അടക്കി വയ്ക്കാൻ കഴിയാത്തത് കൊണ്ട് പറഞ്ഞു പോകുന്നതാണെന്നും 2 കല്യാണം കഴിഞ്ഞതോടെ ഞാനും അഭിയേട്ടനും ഇവിടെ ഏതാണ്ട് ഒറ്റപ്പെട്ടു പോയതുപോലെ ആയിപ്പോയി എന്ന് ജാനകി അന്നേരം അവിടെ വെച്ചിങ്ങനെ രേവതിയോട് പറഞ്ഞു കേട്ടോ. നമ്മൾ സ്നേഹിച്ചവർക്കൊക്കെ ഇരട്ടമുഖം ഉണ്ടെന്ന് മനസ്സിലാകുന്നത് നമ്മൾ കുറ്റക്കാരായി മാറുമ്പോഴാണെന്ന് പറഞ്ഞ് വീട്ടിലെ കഥകൾ മുഴുവൻ നമ്മുടെ ജാനകി പറഞ്ഞു. അങ്ങനെ എല്ലാം പറഞ്ഞ് എല്ലാം മനസ്സിൽ നിന്ന് ആ ഭാരമൊക്കെ ഇറക്കി വെച്ച് കഴിയുമ്പോൾ
ദേ എല്ലാവരും കുടുംബത്തിൽ നന്നായി നിൽക്കുന്ന പെണ്ണിനെ ഒഴിവാക്കണമെന്നേ ചിന്തിക്കൂ എന്ന് രേവതി പറഞ്ഞു. അതൊക്കെ കേട്ട് ജാനകിയും അത് സമ്മതിച്ചിങ്ങനെ ഇവിടെ നിൽക്കുക. രേവതി പറയുന്നതൊക്കെ എനിക്കിപ്പോൾ ഉൾക്കൊള്ളാനാകുന്നുണ്ടെന്നും കുറച്ച് മുൻപാണ് ഞാനിതിങ്ങനെ കേട്ടതെങ്കിൽ തർക്കത്തിന് വന്നേനെ എന്ന് ജാനകി രേവതിയോട് പറയുക കേട്ടോ. രേവതി ഒന്ന് ചിരിച്ചു. പിന്നെ രണ്ടാമത്തെ അനിയൻ്റെ കല്യാണം കഴിഞ്ഞതോടെ ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥ വരെയാണ് വന്നിരിക്കുന്നതെന്നൊക്കെയുള്ള കാര്യം പറയുവാണ്. ഇനിയും അത് വന്നുകൂടുന്നില്ല എന്നും ജാനകി പറഞ്ഞപ്പോൾ ലച്ചു പറഞ്ഞ കാര്യങ്ങളിൽ വെച്ച് ഞാൻ പറയുകയാണ്, ജാനകിക്ക് എന്നും കൂടെ അഭിയേട്ടൻ ഉണ്ടാകുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. നിങ്ങളെ ദൈവം കൂട്ടിച്ചേർത്തവരാ, നിങ്ങളെ പിരിക്കാൻ ആർക്കും പറ്റില്ല. അത് സംസാരത്തിൽ നിന്ന് തന്നെ അറിയാം. അഭിയേട്ടൻ നല്ല കെയറുള്ള ആളാണെന്ന്. പിന്നെ എന്തിനാ ജാനകി പേടിക്കുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് സച്ചിയുടെയും അഭിയുടെയും കാര്യങ്ങളിലേക്ക് വന്നു. എൻ്റെ മനസ്സിലൊരു സംശയമുണ്ട്, അതുകൊണ്ട് ചോദിക്കുന്ന കേട്ടോ. സൂര്യപ്രഭ ഓർഗനൈസേഷൻ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത്രയധികം ബിസിനസ്സുകൾ ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഭരണം ഒരു ദിവസം അനിയനെ ഏൽപ്പിക്കാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകുമല്ലോ എന്ന് സച്ചി ചോദിച്ചപ്പോൾ കാരണമൊന്നും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഒരു കുടുംബമാകുമ്പോൾ പലതരം ഇഷ്യൂസൊക്കെ അത് സ്വാഭാവികമല്ലേ സച്ചി എന്ന് അഭി അന്നേരം ചോദിച്ചു കേട്ടോ. കാര്യം ഏകദേശമൊക്കെ എനിക്ക് മനസ്സിലായി. അത്ര സുഖകരമായിട്ടല്ല അഭിയേട്ടൻ അഭിസാറിൻ്റെ കാര്യങ്ങൾ പോകുന്നതെന്ന്. ഇവിടെയും പ്രശ്നങ്ങളൊക്കെ തന്നെയാണല്ലേ എന്ന് ചോദിച്ചപ്പം അല്ല സച്ചി കരുതുന്നത് പോലെ പ്രശ്നമൊന്നുമില്ല. ബിസിനസ് കാര്യത്തിൽ ഞാൻ പൂർണ്ണമായും ഒഴിഞ്ഞു നിൽക്കുന്നൊന്നുമില്ല. അവൻ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുന്നത് വരെ ഞാൻ ഉണ്ടാകും. പഠിക്കും. അനിയനല്ല അഭിസാറാ പഠിക്കാൻ പോകുന്നതെന്ന് സച്ചി അന്നേരം പറഞ്ഞു. അപ്പോഴത്തേക്കും അവർ രണ്ടുപേരും കൂടെ ചായയും കൊണ്ട് അങ്ങോട്ടേക്ക് വന്നു. അയ്യോ ചായ ഒന്നും വേണ്ടായിരുന്നില്ല, ഞങ്ങളിപ്പോൾ തന്നെ പോകാനായിരുന്നു എന്ന് സച്ചി പറയുമ്പോൾ ഒരു ചായ കുടിക്കാൻ ഇനി എത്ര സമയം വേണമെന്ന് ചോദിച്ചു ജാനകി. എന്നിട്ട് അവരവിടെ ഇരുന്ന് ഇങ്ങനെ ചായ കുടിക്കുക. ആ സമയത്ത് ഉച്ച കഴിഞ്ഞ് ഒരു എയർപോർട്ട് ട്രിപ്പ് ഉണ്ടെന്നും അതിന് പോകണമെന്നും സച്ചി പറയാം. ടാക്സി ഓടുന്നത് കൊണ്ട് എന്തെങ്കിലും മെച്ചമുണ്ടോ സച്ചി എന്ന് ചോദിക്കുമ്പോൾ ലാഭക്കണക്കൊന്നും ഞാൻ നോക്കാറില്ല സാറേ. അപ്പോൾ കണക്ക് പറഞ്ഞ് കാശ് വാങ്ങുന്നത് മടിയിൽ കനമുള്ളവരോട് മാത്രമാണെന്നൊക്കെ പറഞ്ഞു നമ്മുടെ സച്ചി. നേരത്തെ ലച്ചു കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ലച്ചു നീ മുങ്ങിക്കളഞ്ഞെന്ന് ഞാൻ കരുതിയത്. അപ്പോൾ ഇല്ല സച്ചേട്ടാ എന്ന് പറഞ്ഞ് ലച്ചു ഇങ്ങനെ വന്ന് നിൽക്കുന്നു. ഈ സമയത്ത് രാഘവൻ്റെ കാര്യത്തിൽ ഞാൻ ഇനി എൻ്റെ ശ്രദ്ധ വെച്ചോളാമെന്ന് അഭി അന്നേരം പറഞ്ഞു കേട്ടോ. എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയതിൻ്റെ ഭവിഷ്യത്തോർത്ത് അയാൾ തല പൊക്കില്ലെന്നാണ് ഞാൻ ഓർത്തതെന്ന് പറഞ്ഞ് സച്ചിയുമായിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. നന്ദി.